ഇനി മഴ മുന്നറിയിപ്പിലെ മാറ്റങ്ങളുമായി സുലേഖ ചേരുന്നു. സുലേഖ, 3 ജില്ലകളിലെ റെഡ് അലർട്ടിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ മുന്നറിയിപ്പ്? അജിംഷാദ്, നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് ലഭ്യമാകുന്നതേയുള്ളൂ. പക്ഷേ റഡാർ സംവിധാനം, അതായത് 3 മണിക്കൂർ നേരത്തേക്കുള്ള മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 3 മണിക്കൂർ നേരത്തേക്ക് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് വരുന്ന 3 മണിക്കൂർ നേരത്തേക്കുള്ള അലേർട്ടുകൾ മാത്രമാണ്. നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമാണ് ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ തരത്തിലുള്ള മഴ മുന്നറിയിപ്പുകളാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും 3 മണിക്കൂർ നേരത്തേക്കുള്ള ദിനാന്തരീക്ഷ കാലാവസ്ഥാ മുന്നറിയിപ്പാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ റെഡ് അലർട്ടും അതിനൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീർച്ചയായും നമുക്ക് അതിന്റെ വിവരങ്ങളിലേക്ക് കൂടുതലായി പോകാം. അതിനു മുമ്പ് ഈ വിഴിഞ്ഞത്ത് 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായിരുന്നു. അതിൽ ഒരാളുടെ മൃതദേഹം പൂവാർ തീരത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? അജിംഷാദ്, 5 പേര് അടങ്ങിയ സംഘമാണ് ഈ കടലിലേക്ക് മീൻപിടുത്തത്തിനായി പോയത്. ഇതിൽ 3 പേർ ഈ ബോട്ട് തിരയിൽപ്പെട്ടപ്പോൾ 3 പേർ കരയിലേക്ക് നീന്തിക്കയറുകയും മറ്റ് 2 പേരെയുമാണ് കാണാതായി എന്നുള്ള വിവരം ലഭ്യമായത്. ഇതിൽ ഒരാളുടെ മൃതദേഹമാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇയാളുടെ മൃതദേഹം പൂവാർ തീരത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇനി ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ മീൻപിടുത്തത്തിനായി 5 പേരടങ്ങുന്ന സംഘം ബോട്ട് യാത്ര പോയത്. തിരയിൽപ്പെട്ടാണ് ഇവരുടെ ബോട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ടതിൽ 3 പേർ നീന്തി രക്ഷപ്പെടുകയും 2 പേരെ കാണാതാവുകയുമായിരുന്നു. ഇതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് അജിംഷാദ്. തീർച്ചയായും ഇപ്പോഴും തെരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യം. ഒരാൾ മരിക്കുന്നു. പൂവാറിൽ നിന്നാണ് ഒരു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കിട്ടുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ 3 മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം ലഭിക്കുന്നതിൻ്റെ വിവരങ്ങളാണ് സുലേഖ നൽകുന്നത്.